ജർമ്മൻ ഇനി റിസൾട്ടുള്ളടുത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാഡമി ഇൻ കേരള. ഹലോ, ഹായ്, കണ്ടതിൽ സന്തോഷം. അതെ, ഞങ്ങൾ മൂവി വേൾഡ് മീഡിയ ആണ് ഇന്ന് അമ്മയുടെ പ്രോഗ്രാം ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, അറിയാമായിരിക്കുമല്ലോ. ഇത്തവണ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് വിശേഷങ്ങൾ? എന്റെ കൂടെ നിൽക്കുന്നത് സോഷ്യൽ മീഡിയ സ്റ്റാർ ആണ്. ഞാനും ആദ്യമായിട്ടാണ് കണ്ടത്. അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട് എനിക്ക്. അപ്പൊ എന്താണ് വിശേഷങ്ങളൊക്കെ? ഒത്തിരി സന്തോഷം, നന്നായി പോകുന്നു. വലിയ കുഴപ്പമില്ലാതെ പരിക്കുകളൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകും. അതെ, അപ്പൊ പുതിയ വിശേഷം റേച്ചലാണ് വരാൻ പോകുന്നത്. റേച്ചൽ ജൂലൈ എൻഡ് ഓർ ഓഗസ്റ്റ് ആയിരിക്കും, ഡിസൈഡ് ചെയ്തിട്ടില്ല. അപ്പം നന്നായി വന്നിട്ടുണ്ട് മൂവി. നോക്കാം പിന്നെ എങ്ങനെ വരും. റേച്ചലിനായിട്ട് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം. കുറേ കാലത്തിന് ശേഷം നല്ലൊരു അടിപൊളി മൂവി ആയിട്ട്. അപ്പൊ ഈ ലുക്ക് അടിപൊളിയായിട്ടുണ്ട്. ഇന്നത്തെ കോസ്റ്റ്യൂമിന് ഇന്നത്തെ വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ചെയ്തതാണോ? ഇല്ല, ഇത് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ഓരോ പ്രോഗ്രാംസ് സ്ഥിരം ചെയ്യുന്നത് കൊണ്ട് തന്നെ കോസ്റ്റ്യൂംസ് ഇങ്ങനെ എടുക്കേണ്ടി വരാറുണ്ട്. ആണല്ലേ, ഈ ഫ്ലവർ ഒക്കെ വെച്ചത് കൊള്ളാം. അടിപൊളിയായിട്ട്. അപ്പൊ ഇന്നത്തെ അമ്മയുടെ പ്രത്യേകത നമ്മുടെ എലക്ഷൻ ആണ്. അപ്പൊ എലക്ഷനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? ഏറ്റവും അർഹരായിട്ടുള്ള ആളുകൾ വിന്നേഴ്സ് ആവണം എന്ന് തന്നെയാണ്. അപ്പോൾ നോക്കാം, നമുക്ക് ഭയങ്കര ഉത്തരവാദിത്തമുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, ഭയങ്കര ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നോക്കാം. ഓക്കെ, നമ്മുടെ ഇടവേള ചേട്ടൻ ഇപ്പോൾ രാജിവെക്കാൻ പോവാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ കാലമായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിനോട് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം അമ്മയില്ലാതെ അദ്ദേഹം എവിടെയും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഒരു പൊസിഷൻ ഇല്ലെങ്കിൽ പോലും അദ്ദേഹം ആ അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നതാണ്. ഇന്ന് എന്തെങ്കിലും പ്രോഗ്രാംസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും കണ്ടില്ല. ശരി. എല്ലാവരും ചേച്ചിനെ എനിക്ക് ശ്രദ്ധിക്കാന്ന്. ഒരു വെറൈറ്റി ലുക്ക് ഉണ്ട്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ചെയ്തതാണോ? അല്ല, ഈ ഉടുപ്പ് പുതിയതാണ്, ഡെഫിനറ്റ്ലി പുതിയതാണ്. അല്ലാതെ എല്ലാം നോർമൽ. ഞാൻ പഴയ ഞാൻ തന്നെ. അതെ, പക്ഷെ ലുക്ക് അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു ഡിയർ. സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. താങ്ക് യു. അമ്മയുടെ ഇന്നത്തെ വിശേഷങ്ങള്? അതെ, ഇലക്ഷനാണ്. പുതിയൊരു കമ്മിറ്റി വരാൻ പോവാണ്. കഴിഞ്ഞ 6 വർഷമായിട്ട് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അമ്മയുടെ അംഗങ്ങൾക്ക് വേണ്ടി വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു സന്തോഷമുണ്ട്. പുതിയ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ലുക്കിംഗ് ഫോർവേഡ്. അതെ, ഇപ്രാവശ്യം നമ്മുടെ ഇടവേള ചേട്ടൻ വിരമിച്ചിരിക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും അമ്മയുടെ ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം, അമ്മയുടെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഒരു സ്പേസ് തന്നെയായിരിക്കും. ബിക്കോസ് ബാബുവേട്ടനാണ് ഒരു ലാസ്റ്റ് ഉത്തരം എന്നുള്ള രീതിയിൽ നമുക്ക് വരാറുള്ളത്. സോ അതിൽ നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. ബട്ട് സ്റ്റിൽ ഇഫ് ഹി വാണ്ട്സ് ടു ടേക്ക് എ ലീവ്, ലെറ്റ് ഹിം. അതെ, ഈ രചന ചേച്ചിയുടെ പുതിയ ലുക്ക് എങ്ങനെയുണ്ട്? അടിപൊളി. ഞാൻ പറയായിരുന്നു ഇത് നമുക്ക് ഇത് തന്നെ പിടിക്കാം. ഒരു കുറച്ചുകൂടി ഇവിടെയൊക്കെ ഇത്തിരിയുടെ ലൈനൊക്കെ ഇട്ട് ഇത് വേറെ സ്റ്റൈലിലാക്കിയിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യാന്നുള്ള രീതിയിലാണ്. മീറ്റിംഗിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നത് രചന ചേച്ചിനെയാണ്. മുട്ടയടിച്ചിട്ട് മനോഹരമായുള്ള ഫേസുള്ള ഒരേ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടുള്ള രചന. അടിപൊളിയായിട്ടുണ്ടല്ലേ? ഞാൻ പഠിച്ചിരുന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു രചന അടിപൊളിയായിട്ടുണ്ട്, ഇത് നമുക്ക് പിടിക്കാനും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതുപോലെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. നമ്മൾ അമ്മയുടെ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കാനുള്ള മെയിൻ കാണിച്ചാൽ എല്ലാ ആക്ടേഴ്സും വെറൈറ്റി ലുക്കിലാണ് വരിക. നമുക്കറിയാം ആക്ടേഴ്സ് എല്ലാവരും അവർ പുതിയ സ്റ്റൈലുകൾ പരീക്ഷിക്കുന്നവരാണ്. അപ്പോൾ ഈ രചന ചേച്ചിയുണ്ട്, അതുപോലെ ഇനി ഓരോ ആക്ടേഴ്സ് വരുന്നുണ്ട്. നമുക്ക് അവരുടെയൊക്കെ കോസ്റ്റ്യൂം, അവരുടെ സ്റ്റൈല്, കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എൻ്റെ ഒപ്പം ഇപ്പോൾ അൻസിബ ഉണ്ട്, നമ്മുടെ ബിഗ് ബോസിൽ അൻസിബ ഉണ്ട്. അൻസിബയുടെ വിശേഷങ്ങൾ നോക്കാം. ഹലോ അൻസിബ. ഹായ്. ഹലോ. ഓക്കെ, എന്താണ് വിശേഷങ്ങളൊക്കെ? ബിഗ് ബോസ് ആണ് വിശേഷം എന്നറിയാം. എന്താണ് ഇപ്പോഴത്തെ വിശേഷം? ഇതാണ്, അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ മത്സരിക്കുന്നത്. അപ്പോൾ പുതിയ ജനറേഷനൊക്കെ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഉൾപ്പെടാൻ എനിക്കും പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ മലയാള സിനിമ എന്ന് പറയുമ്പോൾ അമ്മ അസോസിയേഷനാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ആ അമ്മ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് കിട്ടുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ കാര്യമായിരുന്നു, വലിയൊരു സ്വപ്നമായിരുന്നു. അത് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഇപ്പോൾ അമ്മയിൽ എല്ലാ പ്രാവശ്യം ജനറൽ ബോഡിക്ക് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയൊരു സുവർണാവസരമാണ് ശരിക്കും വന്നിരിക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കാൻ. അപ്പോൾ ഡബിൾ സന്തോഷമാണ്. ബിഗ് ബോസിലും പോയി ഇലക്ഷനും മത്സരിക്കും. ഉറപ്പായിട്ടും ഇപ്പോൾ ബിഗ് ബോസിൽ പോയി ഒരുപാട് ഫാമിലി ഓഡിയൻസിൻ്റെ സപ്പോർട്ട് കിട്ടി. അപ്പോൾ അത് ഭയങ്കര ഹാപ്പിനെസ് ആണ്. ശരിക്കും പറഞ്ഞ ഒരു നല്ല സമയം എന്നൊക്കെ പറയാമല്ലോ. അത് ഭയങ്കര സന്തോഷം. എല്ലാവരും ചോദിക്കലുണ്ട്. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ബിഗ് ബോസ് ശരിക്കും എങ്ങനെ അടിപൊളിയായിരുന്നോ? അടിപൊളി ആണല്ലേ? ജിൻഡപ്പൻ ജയിച്ചതിൽ സന്തോഷം ഉണ്ടല്ലേ? ഭയങ്കര സന്തോഷം. അല്ലെ, സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ജിൻഡപ്പൻ ജയിക്കുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ സന്തോഷമായി. കണ്ടിരുന്നു അവരെയൊക്കെ? ജിൻഡപ്പനെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല. ഋഷി, അഭിഷേക്, പിന്നെ ആരെയാണ് കണ്ടത്? നോറ ഒക്കെ കണ്ടു. ഇവിടെ വന്നിട്ട് നിങ്ങൾ ഗാദറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, ഗെറ്റ് ടുഗദർ ഒക്കെ വെച്ചിരുന്നു? ഇല്ല, അങ്ങനെ ഗെറ്റ് ടുഗദർ ഒന്നും വെച്ചിട്ടില്ല. ഓരോരുത്തരും ഓരോ കാര്യങ്ങളിൽ ഇങ്ങനെ ഓരോരുത്തരും ബിസിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. എൻ്റെ ബർത്ത്ഡേക്ക് പൂജ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഋഷി വന്നിട്ടുണ്ടായി. വേറെ സമയത്താണ് വീട്ടിൽ വന്ന്. പിന്നെ അഭിഷേക്, നോറ ഒക്കെ ആയിട്ട് ഷൂട്ടുണ്ടായിരുന്നു. ശരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് അവിടുത്തെ? നല്ലായിരുന്നു. നല്ലതായിരുന്നു. എളുപ്പമാണോ അവിടെ നിൽക്കാൻ? പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ലെന്ന് ഭയങ്കര ഡിഫിക്കൽട്ട്.
ഋഷീനായിട്ടുള്ള ബോണ്ടിങ് എല്ലാവരും ചോദിക്കുന്നുണ്ടാലും ഞാൻ ചോദിക്കുകയാണ്, ഋഷീനായിട്ടുള്ള അത് ബോണ്ടിങ്. എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് വരും, ഒരു സഹോദര സ്നേഹം വരും. അപ്പം അങ്ങനെ ഒരു അവിടുന്ന് കിട്ടിയൊരു സഹോദരനാണ് ഋഷി. രണ്ടുപേരും നല്ല കണക്ഷനായി. ശരിക്കും എനിക്ക് എൻ്റെ ഒരു ബ്രദർ തന്നെയാണ് ഋഷി. അപ്പോൾ എന്തായാലും സന്തോഷം ഇലക്ഷനിൽ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അമ്മയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ഒരുപാട് വിശേഷങ്ങളുണ്ട്, ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഭാമയുണ്ട്, അവരോട് നമുക്ക് വിശേഷങ്ങൾ നോക്കാം. ഹലോ ഹലോ, നമ്മുടെ കൂടെ ഭാമയുണ്ട്. എന്താണ് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നു ആണല്ലേ? ഓക്കെ. ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡായിരുന്നു, മീനവന്ദൻ്റെ കല്യാണത്തിന് വന്നിട്ട് അടിപൊളിയായിരുന്നു ലുക്ക്. അപ്പോൾ ഇന്ന് അമ്മയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇലക്ഷൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇലക്ഷനൊക്കെ? ഇലക്ഷൻ എല്ലാവരും നമ്മുടെ വേണ്ടപ്പെട്ടവരാണ്. ഈ ഒരു ഇയർ അത്രയും സ്പെഷ്യലാണ്. അപ്പം നോക്കട്ടെ, എല്ലാവർക്കും വിഷസ് അറിയിക്കുന്നു. ഇപ്പോൾ ഇവിടെ കൊച്ചിയിൽ തന്നെയാണോ? അപ്പോൾ ഉഷാറായി പോട്ടെ കാര്യങ്ങൾ. താങ്ക് യു സോ മച്ച്.